ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ഫെമിഷ് സ്റ്റോറീസ്. സോ ഇന്നൊരു കുട്ടി വീഡിയോ ആയിരിക്കും. എനിക്കിപ്പോൾ ഫ്രൂഡീൻസ്ഡാണ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഞാനിപ്പം 5 മണിക്ക് എണീറ്റു, പല്ലൊക്കെ തേച്ചു, ഡ്രസ്സിട്ട് റെഡിയായി. ജസ്റ്റ് ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം, അങ്ങനെ ചെറിയ പരിപാടിയും കൂടെ ഉള്ളൂ. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് യു അലോങ്. എനിക്ക് വർക്കിൻ്റെ അധികമൊന്നും കാണിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കവിടെ അങ്ങനെ ഫോണോ ക്യാമറയോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രേക്കിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. ബട്ട് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമായിരിക്കും. ഐ ഡോണ്ട് നോ. ബട്ട് എന്നാലും അത് കഴിഞ്ഞ് ഞാൻ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ജസ്റ്റ് എനിക്കിവിടെ ഒരു ഷോപ്പുണ്ട്, അവിടെ പോയി എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സോ ഫുഡ് ഐറ്റംസ് ആയിട്ട്. അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ജസ്റ്റും കൂടെ ഒന്ന് ഒരുങ്ങിയിട്ട് വേഗം ഇറങ്ങണം. 5:30ക്ക് ഇവിടുന്ന് ഇറങ്ങിയാലേ ഒരു 5:40 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യണം. സോ അതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് റെഡി. This is my outfit. Okay. ഫുള്ളി റെഡിയായി. ഇപ്പോൾ തന്നെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. സോ നമ്മൾ ഇറങ്ങി നടക്കുവാണ്. ആക്ച്വലി കാണുന്ന മണ്ടേ കാണുന്നത് അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ. അങ്ങ് മണ്ടേ കാണുന്ന ഹോസ്പിറ്റലാണ് നമുക്ക് പോകേണ്ടത്. സോ ലെറ്റ്സ് ഗോ. ഫുള്ളി റെഡി. ഞാൻ അവിടെ ചെന്നിട്ട് മുടി അത് കെട്ടണം, പിന്നെ ഊവൊക്കെ വെച്ചണം, പണി തുടങ്ങണം. ഞാൻ വർക്കിൽ പോയിട്ട് വരാം.
സോ അങ്ങനെ വർക്ക് കഴിഞ്ഞിറങ്ങി ഗൈസ്. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ. ഈ 3 സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ പോയത്. ഞാൻ ആക്ച്വലി പോയത് കൊറിയൻ നൂഡിൽസ് തപ്പിയായിരുന്നു. കുറച്ച് എനിക്ക് ഏറ്റിപ്പുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് ഒരു ആഗ്രഹം വന്നിട്ട്. പക്ഷേ പിന്നെ വേണ്ട, ഈ 3 എണ്ണേ കിട്ടിയുള്ളൂ. മാഗി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ 8 യൂറോ സംതിങ് ആയിരുന്നു. വീട്ടിൽ വന്നു, മേലൊക്കെ ഒന്ന് കഴുകി. കാരണം നല്ല ചൂടായിരുന്നു, ആവി ഉണ്ടായിരുന്നു, വേർത്തു ഇരിക്കുമായിരുന്നു. സോ മേലൊക്കെ ഒന്ന് കഴുകി, നൂഡിൽസ് ഉണ്ടാക്കി, നൂഡിൽസ് കഴിക്കുകയും ചെയ്തു. ഞാൻ എപ്പോഴും എന്തെങ്കിലും കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ നൂഡിൽസ് പോലെ എന്താണെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിവിടെ ഒറ്റയ്ക്കാണല്ലോ, ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മളെന്തെങ്കിലും ഞാൻ ഇങ്ങനെ ഐപാഡിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടൊക്കെ ഇരുന്നുകൊണ്ടാണ് ഫുഡ് കഴിക്കണം ഇവിടെ. സോ അതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പം ഇച്ചിരി നേരം ഐപാഡിൽ കണ്ടുകൊണ്ടിരിക്കണം. പിന്നെ കുറച്ച് എനിക്കൊന്ന് എഴുതാനുണ്ട്, ഫില്ല് ചെയ്യാനുണ്ട് എൻ്റെ ഫയലിൽ. അപ്പം അത് ചെയ്യാനുണ്ട്. അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വർക്ക് ഡേ എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരിക്കും, എഴുതാനുള്ളത് എഴുതും. പിന്നെ വൈകുന്നേരം വൈകിട്ട് 6 ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ടേ കഴിക്കത്തുള്ളൂ. ഞാൻ ഇപ്പം നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് ഇച്ചിരി ഹെവി ആയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും സാധനം എടുത്ത് കഴിക്കത്തുള്ളൂ. അങ്ങനെ അത് കഴിച്ച് കിടന്നുറങ്ങും. നാളെ വീണ്ടും ഇതേപോലെ തന്നെ 5 മണിക്ക് എണീക്കുക, 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങുക, 6 ആകുന്നതിന് മുമ്പ് ചെല്ലുക, ഡ്രസ്സ് മാറുക, വേഗം 6 ആകുമ്പോഴത്തേക്ക് വർക്കിന് ചെല്ലുക. സോ ഇന്ന് എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റിയില്ല, വേറെ ഒന്നും കൊണ്ടല്ല, പറ്റത്തില്ല നമുക്കങ്ങനെ യൂസ് ചെയ്യാനായിട്ട് ഫോൺ. സോ അതുകൊണ്ടാണ് ഇന്ന്. പക്ഷേ എന്നാലും പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം പീഡിയാട്രി ആണെങ്കിലും നമുക്ക് നോർമലി ഉള്ള ഒരു സ്റ്റേഷൻ്റെ ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഫുള്ളി നോർമലി അല്ല, ബട്ട് എന്നാലും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ലേറ്റായിട്ടൊക്കെയാണ് നമ്മൾ റൂമിൽ ചെല്ലുന്നതും. അവരുടെ എല്ലാ വിറ്റാൽവിയാട്ടെ എന്നിവിടെ പറയും, ഇങ്ങനെ ടെമ്പറേച്ചർ, പൾസ്, പിന്നെ BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമല്ലോ. അത് രാവിലെ നമ്മളൊരു റൗണ്ട്സ് ചെയ്യുന്ന പോലെ ഡോക്ടേഴ്സ് റൗണ്ട്സ് ചെയ്യുന്ന പോലെ നമ്മളും ചെയ്യും. എല്ലാ റൂമിലും കയറി എങ്ങനെ ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങിയോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇത് രാവിലെ ചെയ്യും. അപ്പം നമ്മൾ നോർമലി ഉള്ള സ്റ്റേഷനിലാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും. പെട്ടെന്ന് ഉപർകാവെ നമ്മൾ തീർത്തിട്ട് പെട്ടെന്ന് തന്നെ പോയി അത് ചെയ്ത് തീർക്കാറുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെയില്ല. പിള്ളേരൊക്കെ എണീറ്റ് വരാൻ കുറച്ച് താമസിക്കുമല്ലോ, കുഞ്ഞു പിള്ളേരൊക്കെയാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ എണീറ്റ് വരാൻ താമസിക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു റൗണ്ട്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ഇവിടെ പിള്ളേരുടെ കൂടെ പേരൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പേരൻസാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത്, അവരെ കുളിപ്പിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് തന്നെ പേരൻസാണ്. പേരൻസിന് ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ മാത്രം നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ മതി. ബട്ട് അല്ലെങ്കിൽ പേരൻസ് തന്നെയാണ് ഫുൾ ചെയ്യുന്നത്. പിന്നെ ബേബീസായിട്ടുള്ള ശരിക്കും കുഞ്ഞ് 5 ദിവസം പ്രായമുള്ള, ഇന്നിപ്പോൾ ഞങ്ങളുടെ അവിടെ 5 ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞുവാവ ഉണ്ടായിരുന്നു, 4 മാസം പ്രായമുള്ള കുഞ്ഞുവാവ ഉണ്ടായിരുന്നു, 15 ദിവസം പ്രായമുള്ളതും 21 ദിവസം പ്രായമുള്ളതും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുൾ ലൈക്ക് അത്രയും കുഞ്ഞു ബേബീസ് തൊട്ട് 17 വയസ്സ് വരെ ഉള്ളവരാണ് പീഡിയാട്രിയിൽ വരുന്നത്. 18 വയസ്സായി കഴിഞ്ഞാൽ അഡൽട്ടായി എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് 17 വയസ്സ് വരെ ഉള്ളവരാണ് പീഡിയാട്രി വരുന്നത്. 17 വയസ്സുള്ള പിള്ളേരും ഉണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ, ബേബീസിന് നമ്മളിപ്പം ജസ്റ്റ് അവർക്കൊന്ന് കുളിക്കാൻ പോകണമെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിൽ നമ്മളോട് നോക്കാനായിട്ട് നമുക്ക് ഏൽപ്പിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബേബീനെ നോക്കിയാൽ മതി. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട്. അവർക്ക് എന്ത് ഹെൽപ്പ് വേണേലും നമ്മളത് ചെയ്തു കൊടുക്കും. ബട്ട് കൂടുതലും അങ്ങനത്തെ അവർ വാഷ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ പേരൻസാണ് ചെയ്യുന്നത്. പിന്നെ പേരൻസിന് ഹെൽപ്പ് വേണ്ട എന്തും നമ്മൾ ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പീഡിയാട്രി ഓടുന്നത്. സോ എനിക്കിനിയിപ്പം ഈ ഫ്രൈഡേ വരെ എനിക്ക് എന്തായാലും ഫ്രൂഡീൻസ്റ്റാണ്. ഫ്രൂഡീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 2:12 വരെ. പിന്നെ അതിനകത്ത് അരമണിക്കൂർ നമുക്ക് ബ്രേക്കുണ്ട്. എനിക്കിപ്പോൾ രാവിലെ ഞാൻ ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയാറായപ്പോഴത്തേക്ക് ഉച്ചയാറായപ്പോഴല്ല
1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ബാക്കി 15 മിനിറ്റും കൂടെ ബ്രേക്ക് എടുത്തു. പക്ഷെ ഞാൻ ഫുഡൊന്നും കൊണ്ടുപോയില്ലായിരുന്നു ഉച്ചയ്ക്കത്തെ കഴിക്കാനായിട്ട്. സോ രാവിലെ ഞാൻ അവിടുന്ന് സാൻഡ്വിച്ച് മേടിച്ച് കഴിച്ചു. നമുക്കവിടെ ഒരു നല്ല അടിപൊളി കഫറ്റേരിയ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ആക്ച്വലി അത് കാണാനായിട്ട്. അവിടെ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിൽ ഫുഡും കാര്യങ്ങളും കിട്ടും. അല്ലാണ്ട് തന്നെ നമുക്കവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അവിടെ ഷെഫ്സ് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് മാത്രം ജോലി ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള ക്യാൻറ്റീനാണ്. ഭയങ്കര വലിയ ക്യാൻറ്റീനുമാണ്. അവിടെ നമുക്ക് ഭയങ്കര വിലക്കുറവാണ് കിട്ടുന്നത്. ഹാഫ് പ്രൈസിനാണ് എല്ലാം കിട്ടുന്നത്. ഇപ്പം ഇന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു 3 മെനു ഉണ്ട്. 3 മെനുവിൽ പിന്നെ സാൻഡ്വിച്ച് ഐറ്റംസ് വേറെ ഉണ്ട്. പിന്നെ സാലഡ് കൗണ്ടറും വേറെ ഉണ്ട്. അപ്പം അങ്ങനെ ആക്ച്വലി അതൊരു അടിപൊളി സംഭവമാണ്. പ്രത്യേകിച്ച് അത് ഹാഫ് പ്രൈസിനാണ് കിട്ടുന്നത്. അത്രയും വലിയ ക്വാണ്ടിറ്റി 4 യൂറോയ്ക്കൊക്കെയാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് വെരി നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നടന്നില്ല. ഇങ്ങനെ അതും ഇതുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്ന് അങ്ങനെയൊക്കെ അത് പോയി. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പോയി നൂഡിൽസ് മേടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഇരുന്ന് വന്നപ്പോഴേ നേരെ അതുണ്ടാക്കി കഴിക്കുമായിരുന്നു. എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു. സോ യാ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ പീഡിയാട്രി വർക്ക്. ഒരു വർക്ക് ഡേ അത്രയായിരുന്നു. അപ്പോൾ യാ, അതുകൊണ്ട് ഇനി വേറൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കായിരുന്നു വന്നപ്പോൾ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ഇനിയിപ്പോൾ രാത്രി ആയാലും ഇരുന്നിൽ ഞാൻ ആ കാര്യം വിട്ടു പോകും. ഞാൻ എന്തെങ്കിലും കണ്ടുകൊണ്ടൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കും. എന്തെങ്കിലും കണ്ടുകൊണ്ട് അങ്ങനെ ബെഡേ കിടക്കും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നടക്കാൻ പോണില്ല. സോ യാ, അത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ബൈ.